ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള വയനാടൻ പോത്തുംകാലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഞാൻ ഒരു 5-6 പീസ് പോത്തുംകാല് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോത്തുംകാല് ഞാൻ ഈ ഒരു കുക്കറിലാണ് റെഡിയാക്കുന്നത്. ഈ ഒരു കുക്കർ ഞാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് കുറച്ച് സമയം നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ 3ഉം ഒരുമിച്ച് തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസുള്ള തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആ തക്കാളി വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാലപ്പൊടികൾ വറുത്തെടുക്കാം. അതിന് വേണ്ടി ഞാനിതാ ഇവിടെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഉണ്ടാവും. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടിയ മുളക് പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് മസാല റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കാം. ഇത് നന്നായിട്ട് മുങ്ങേണ്ട രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് പോത്തുംകാല് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പോത്തുംകാല് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഈ ഒരു വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. എന്നാലേ ഇതിന് മസാലയും ഉപ്പും എല്ലാം പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ കുരുമുളക് പൊടി കുറച്ചധികം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് നല്ല എരിവും ഒക്കെ വേണം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടിയിലുള്ള വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 8 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ചധികം വേവുള്ളതാണെങ്കിൽ ഒരു 10-11 വിസിലൊക്കെ വരേണ്ടി വരും. അപ്പോൾ ഇത് കുറച്ച് വേവ് കുറഞ്ഞ പോത്തുംകാലായതുകൊണ്ട് തന്നെ ഞാനിത് ഒരു 8 വിസിൽ വരുന്നത് വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ 8 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആവിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്പൂണ് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അടിയിലത്തെയൊക്കെ മുകളിലാക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് നമുക്ക് എടുക്കാനൊന്നും കിട്ടില്ല. പെട്ടെന്ന് നമുക്കിത് കട്ടിയുള്ളതായതുകൊണ്ട് നല്ലൊരു കന ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് അമർത്തിയിട്ട് ഇളക്കി കൊടുക്കും. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതേപോലെ എല്ലായിടത്തും എല്ലാ പോത്തുംകാലിൻ്റെ മുകളിലും ഇതുപോലെ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൽ കുറച്ച് എരിവിൻ്റെ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് കുറച്ചും കൂടി ഒന്ന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇത് കുറച്ചും കൂടി ഒന്ന് എരിവിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് കുറച്ച് സമയം കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള പോത്തുംകാല് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ഒറോട്ടിയുടെ കൂടെ നെയ്പ്പത്തിരിയുടെ കൂടെ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്